ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം എന്നതിൻ്റെ തേർഡ് പാർട്ടാണ് ഇടുന്നത്. എ ഫൈറ്റ് ത്രൂ നോൺ കോപ്പറേഷൻ, അതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. എങ്ങനെയാണ് നമ്മൾ ബ്രിട്ടീഷുകാരെ ഫൈറ്റ് ചെയ്ത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലൂടെ മുന്നേറിയത്, അതായത് നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്തു, എങ്ങനെ എതിരിട്ടു, കോപ്പറേറ്റ് ചെയ്യാതിരിക്കുക, അതാണ് നോൺ കോപ്പറേഷൻ. ബ്രിട്ടീഷുകാരുടെ പല പ്രവർത്തനങ്ങളിലും നമ്മൾ സഹകരിക്കാതിരിക്കുക, അതുകൊണ്ടാണ് നോൺ കോപ്പറേഷൻ. അത് ഏതെല്ലാം രീതികളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. എ നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് വാസ് ലോഞ്ച്ഡ് അണ്ടർ ദ ജോയിൻറ്റ് ലീഡർഷിപ്പ് ഓഫ് ഖിലാഫത്ത് കമ്മിറ്റി ആൻഡ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ഗാന്ധിജി ഹിന്ദു മുസ്ലിം യൂണിറ്റിക്ക് വേണ്ടി ഖിലാഫത്ത് മൂവ്മെൻറ്റിൽ അംഗമാവുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ലീഡർഷിപ്പിൽ, രണ്ടിൻ്റെയും കൂടെയുള്ള ജോയിൻറ്റ് ലീഡർഷിപ്പിലാണ് നോൺ വയലൻറ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. ഇപ്പോൾ നോൺ വയലൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹിംസാപരമായിട്ടുള്ളതും നിസ്സഹകരണമായിട്ടുള്ള മൂവ്മെൻറ്റിലൂടെ, രീതിയിലൂടെ നമ്മൾ മുന്നേറുകയാണ് ചെയ്യുന്നത്. ഇനി എന്തെല്ലാം മെത്തേഡ്സാണ് ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ളത് നോക്കാം. റിട്ടേണിംഗ് ടൈറ്റിൽസ് ഓഫ് ഹോണേഴ്സ് ഗ്രാൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സർ പദവി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ഇന്ത്യക്കാർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം തിരിച്ചു നൽകുക, അതെല്ലാം ഒഴിവാക്കുക, അതൊന്നും വേണ്ടാന്ന് പറയുക, അല്ലേ? ഇപ്പോൾ ഒരാൾ ഒരു കാര്യം തരുമ്പോൾ അത് വേണ്ടാന്ന്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തരുമ്പോൾ വേണ്ടാന്ന് പറയുന്നത് മറ്റേയാൾക്ക് എത്രമാത്രം അരോചകമായിരിക്കും, മറ്റൊരാൾക്ക് എത്രമാത്രം വേദനിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയിട്ടുള്ള ഗ്രാൻഡഡ് ആയിട്ടുള്ള ഹോണേഴ്സ് എല്ലാം, ബഹുമതികളെല്ലാം തിരിച്ചു നൽകി. അതുപോലെ റിസൈനിങ് ഫ്രം ഗവൺമെൻറ് ജോബൊക്കെ വേണ്ടാന്ന് വെക്കുക, റിസൈൻ ചെയ്യുക, അതിൽ നിന്ന് പിരിഞ്ഞു പോരുക, സ്വയം പിരിഞ്ഞു പോരുക. അഡ്വക്കേറ്റ്സ് ബോയ്ക്കോട്ടിങ് ബ്രിട്ടീഷ് കോർട്ട്. ഇന്ത്യക്കാരായ അഡ്വക്കേറ്റുകളെല്ലാം, വക്കീലന്മാരെല്ലാം എന്ത് ചെയ്തു? ബ്രിട്ടീഷ് കോടതികളെല്ലാം ബഹിഷ്കരിച്ചു, അതും അവർ ഒഴിവാക്കി. ഇനി വിദ്യാർത്ഥികൾ എന്താ ചെയ്തത്? സ്റ്റുഡൻസ് ബോയ്ക്കോട്ടിങ് ബ്രിട്ടീഷ് റൺ സ്കൂൾ. ബ്രിട്ടീഷുകാർ നടത്തുന്ന സ്കൂളുകളിൽ നിന്നും അവർ ആ പഠനം വേണ്ടെന്ന് വെച്ച് പോരുകയാണ് ചെയ്യുന്നത്. ബോയ്ക്കോട്ടിങ് ഫോറിൻ ഗുഡ്സ്. വിദേശ സാധനങ്ങളെല്ലാം ഒഴിവാക്കുക, അതും ബഹിഷ്കരിച്ചു. അതാണ് ബോയ്ക്കോട്ടിങ് എന്ന് പറഞ്ഞാൽ ബഹിഷ്കരിക്കുക, അതായത് ഒഴിവാക്കുക. ബോയ്ക്കോട്ടിങ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ബ്രിട്ടീഷുകാരുടെ സേവനത്തിൽ നിന്നെല്ലാം അവർ പിന്മാറി. ഈ രീതിയിലായിരുന്നു പിന്നീടുള്ള നോൺ കോപ്പറേഷൻ ഫൈറ്റ്. അതുപോലെ തന്നെ ഈ ഒരു മൂവ്മെൻറ്റിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ നമ്മൾ ചെയ്ത വേറൊരു കാര്യം സോഷ്യൽ ഹാർമണി. ജനങ്ങൾക്കിടയിലൊരു ഹാർമണി, നല്ലൊരു ഐക്യം ഉണ്ടാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു. അതുപോലെ പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് നാഷണൽ പ്രൊഡക്റ്റ്. രാജ്യത്തുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതിനെ പ്രൊമോഷൻ നൽകുക, അതാണ് നല്ലത്, നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, അതുവഴി വിദേശികളെ നമുക്ക് ഇവിടുന്ന് അകറ്റാം. പോപ്പുലറൈസിങ് ഖാദി. നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, അതിനെ പോപ്പുലറൈസ് ചെയ്യുക, അതായത് ജനങ്ങൾക്കിടയിൽ അത് ജനകീയമാക്കുക, എല്ലാവരും അത് ഉപയോഗിക്കുക എന്നതുവഴി ജനകീയമാക്കി. എസ്റ്റാബ്ലിഷിംഗ് നാഷണൽ സ്കൂൾസ് വെർ ഓൾസോ കീ പ്രോഗ്രാംസ് ഡ്യൂറിങ് ദ മൂവ്മെൻറ്റ്. അപ്പം നമ്മുടെ സ്കൂളുകളെല്ലാം സ്ഥാപിക്കുക, നമുക്ക് വേണ്ടുന്ന സ്കൂളുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതുവഴി നമ്മുടെ രാജ്യത്തെ ഒറ്റക്കെട്ടാക്കി നിർത്താൻ ഗാന്ധിജിക്ക് സാധിച്ചു. അടുത്ത ഒരു പ്രോഗ്രാം ഈ നോൺ കോപ്പറേഷനിൽ അവർ ചെയ്ത ഒരു കാര്യം എന്താണ്? ഗാന്ധിജിയും അലി ബ്രദേഴ്സും ഇന്ത്യയുടെ പല ഭാഗങ്ങളും സന്ദർശിക്കുകയുണ്ടായി. ആൾക്കാരെ ഒന്നിപ്പിച്ച് ഒരിടത്ത് പങ്കെടുപ്പിക്കുക, അതുവഴി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ മെസ്സേജ്, നിസ്സഹകരണ പ്രസ്ഥാനം എന്നുള്ള ആ ഒരു ആശയം ജനങ്ങളിൽ എത്തിക്കുക. ദീസ് ടൂർസ് റേസ്ഡ് അവെയർനെസ് എമംഗ് ഓർഡിനറി സിറ്റിസൺസ് ദാറ്റ് ദ ഫ്രീഡം മൂവ്മെൻറ്റ് വാസ് ദെയർ ടു. അപ്പം സാധാരണ ജനങ്ങൾക്കും ഈ ഒരു ഫ്രീഡം മൂവ്മെൻറ്റ് അവരുടേതും കൂടിയാണെന്ന്, അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളും കൂടെ പങ്കെടുക്കണം എന്ന ഒരു തോന്നൽ സാധാരണ ജനങ്ങളിൽ ഉണ്ടായി. ദ മൂവ്മെൻറ്റ് ഗെയിൻ വൈഡ് സ്പ്രെഡ് പോപ്പുലാരിറ്റി ഇൻ ബോത്ത് റൂറൽ ആൻഡ് ഏർബൻ ഏരിയാസ്. റൂറൽ ഏർബൻ ഏരിയകളിലും എല്ലാം തന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും അതെല്ലാം ഉള്ളോട്ടുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് വളരെയധികം വൈഡ് സ്പ്രെഡ് ആവാൻ, വ്യാപിക്കാൻ ഇത് കാരണമായി. സ്ത്രീകൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കാം. വിമൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ് ബൈ ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ് ആൻഡ് കളക്ടിങ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്സ്. ഇപ്പം ഫോറിൻ വസ്തുക്കളെല്ലാം ഒഴിവാക്കി, അതുപോലെ തന്നെ ഫോറിൻ ക്ലോത്ത്സ് അങ്ങനെയുള്ളതെല്ലാം കളക്ട് ചെയ്തത് കത്തിച്ച് കളഞ്ഞു.
ഇപ്പോൾ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു. ഇനി വർക്കേഴ്സ് എന്ത് ചെയ്തു നോക്കാം. വർക്കേഴ്സ് ഓൾസോ റെസ്പോണ്ടഡ് ആക്റ്റീവ്ലി ടു ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്. വർക്കേഴ്സ് ഓഫ് ദ ബക്കിംഗ്ഹാം കർണാട്ടിക് മിൽസ് ഇൻ മദ്രാസ്, plantation laborers in Assam, and workers of Assam Bengal Railway are among others who went on strike in support of the movement. അവർ ഈ മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സമരങ്ങൾ നടത്തി. ഇപ്പം വർക്കേഴ്സ് ചെയ്തത് സമരം ചെയ്തു. ഇപ്പം ഏതെല്ലാം വർക്കേഴ്സാണ്? മദ്രാസിലുള്ള ആസാം ബംഗാൾ റെയിൽവേ, ഇവിടെയുള്ള എല്ലാ സാധാരണ ജോലിക്കാരും സമരം ചെയ്തു. അടുത്തത് സ്റ്റുഡൻസ്. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് ബോയ്ക്കോട്ടഡ് ഗവൺമെൻറ് സ്കൂൾസ് ആൻഡ് കോളേജസ്. ദേ എൻറോൾഡ് ഇൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു കണ്ടിന്യൂ ദ സ്റ്റഡീസ്. ഇപ്പം ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്നെല്ലാം അവർ ഒഴിവായി നമ്മുടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരുകയാണ് ചെയ്യുന്നത്. ദ കാശി വിദ്യാപീഠ് ഇൻ ബനാറസ്, ഗുജറാത്ത് വിദ്യാപീഠ്, ജമിയ മില്ലിയ ഇസ്ലാമിയ ഇൻ അലിഗഡ് were among the national institutions founded during this time. അപ്പോൾ ആ സമയങ്ങളിൽ ഉടലെടുത്ത പല സ്കൂളുകൾ, നമ്മുടേതായ സ്കൂളുകളിൽ, ബ്രിട്ടീഷുകാരുടെ അല്ലാത്ത സ്കൂളുകളിൽ കുട്ടികൾ ചേരാൻ തുടങ്ങി. ഇനി ട്രൈബൽ പീപ്പിൾ എന്താണ് ചെയ്തത്? ദ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ് ബൈ ഡിഫൈങ് ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് ഫോറസ്റ്റ് ലോസ്. അതായത് ബ്രിട്ടീഷുകാർ കാട്ടിൽ പല നിയമങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിയമങ്ങളെല്ലാം അവർ പാലിക്കാതെ നിന്നു. ദീസ് ലോസ് ഹാഡ് റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു ഫോറസ്റ്റ് റിസോഴ്സസ്. അപ്പോൾ അവരുടെ ആ നിയമങ്ങളെല്ലാം ഫോറസ്റ്റ് റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളതായിരുന്നു. അവധ് കിസാൻ സഭ വാസ് ഫോംഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ നെഹ്റുവിൻ്റെ കീഴിൽ അവധ് കിസാൻ സഭ ഫോം ചെയ്തു. ഇൻ ബംഗാൾ പെസൻസ് ബോയ്ക്കോട്ടഡ് ജൂട്ട് കൾട്ടിവേഷൻ. ജൂട്ട് ഉൽപ്പാദനം അതിൽ നിന്ന് അവർ ബോയ്ക്കോട്ട് ചെയ്തു, ബഹിഷ്കരിച്ചു. അതായത് അത് വേണ്ടെന്ന് വെച്ചു. ദേ ചോസ് ടു ഗ്രോ റൈസ് ആൻഡ് കോട്ടൺ ഇൻസ്റ്റെഡ് ഓഫ് ജൂട്ട്. ജൂട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തി അവർ പകരം എന്ത് ഉൽപ്പാദിപ്പിച്ചു? റൈസ് ആൻഡ് കോട്ടൺ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ആ രീതിയിലാണ് പെസൻസ് ഈ ഒരു മൂവ്മെൻറ്റിൽ പങ്കാളികളായത്. അപ്പോൾ ഇവിടെ വിമൻസ്, വർക്കേഴ്സ്, സ്റ്റുഡൻസ്, ട്രൈബൽ പീപ്പിൾ, പെസൻസ്, അങ്ങനെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ഈ ഒരു പ്രക്ഷോഭത്തിൽ, ഈ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ പങ്കാളികളായി. ഓൺ February 5, 1922, while the non-cooperation movement was underway, ഉത്തർപ്രദേശിൽ ചൗരി ചൗര എന്ന സ്ഥലത്ത് പോലീസുകാരും ജനങ്ങളും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവുകയാണ്. ആൻ എൻറേജ്ഡ് മോബ് സെറ്റ് ദ പോലീസ് സ്റ്റേഷൻ ഓൺ ഫയർ. അവിടെ ദേഷ്യം പിടിച്ച ആളുകൾ പോലീസ് സ്റ്റേഷൻ കത്തിക്കുകയാണ് ചെയ്യുന്നത്. റെക്കഗ്നൈസിങ് ദാറ്റ് ദ എജിറ്റേഷൻ വയലേറ്റഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ വയലൻസ്, ഗാന്ധിജി ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ദ മൂവ്മെൻറ്റ്. അപ്പോൾ ഗാന്ധിജി നമ്മൾ അഹിംസാമാർഗം ആ രീതിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്തത്? പോലീസുകാരുടെ ആ സ്റ്റേഷൻ കത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതൊരു തെറ്റായ കാര്യമാണ്. അഹിംസാപരമായ കാര്യമല്ല, ഹിംസയായിപ്പോയി, അപ്പോൾ വയലേഷൻ ആയിപ്പോയി. അതുകൊണ്ട് ഗാന്ധിജി തൻ്റെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ദിസ് ഡിസിഷൻ സർപ്രൈസ്ഡ് അതർ ലീഡേഴ്സ്. ഈ ഒരു തീരുമാനം മറ്റുള്ളവരെ അതിശയപ്പെടുത്തി. ആൻഡ് ഗാന്ധിജി ഫേസ്ഡ് സിവിയർ ക്രിറ്റിസിസം. അപ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തെ വിമർശിക്കാൻ തുടങ്ങി. സുഭാഷ് ചന്ദ്രബോസ് ലേറ്റർ ഡിസ്ക്രൈബ്ഡ് ദിസ് ഡിസിഷൻ ആസ് എ നാഷണൽ കലാമിറ്റി. സുഭാഷ് ചന്ദ്രബോസ് പിന്നീട് പറയുന്നതാണ് ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ അതൊരു നാഷണൽ കലാമിറ്റിയാണ്. അപ്പോൾ ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നീട് ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ലേറ്റർ ഗാന്ധിജി വാസ് അറസ്റ്റഡ്, ട്രൈഡ് ആൻഡ് സെൻറ്റൻസ് ടു 6 years ഓഫ് ഇംപ്രിസൺമെൻറ്റ്. അങ്ങനെയാണ് 6 വർഷത്തേക്ക് ഗാന്ധിജി ജയിലിലാവുന്നത്. ഇറ്റ് വാസ് ദിസ് ട്രയൽ ദാറ്റ് യു ഹാവ് റീഡ് അബൌട്ട് ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലാണ് ആ ഒരു ട്രയൽ, ആ ഒരു വിചാരണ നമ്മൾ വായിച്ചിട്ടുള്ളത്.